ഹായ്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണോ എഴുതുന്നത് അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനു മുൻപേ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് റീഡിങ് ഇടുന്ന സമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും എനിക്ക് വരാറുണ്ട്. കുഴപ്പമില്ല, പക്ഷേ അവരിടുന്ന കമൻറ്റ് കാണുമ്പം ഞാനത് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. പഠിച്ചിട്ട് വല്ല ജോലിക്കും പോയിക്കൂടെ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ എന്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നു. കാരണം ഈ ഒരു ഫീൽഡാണെങ്കിലും എന്ത് ഫീൽഡാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ടാരോട്ട് റീഡേഴ്സൊക്കെ എന്തായാലും വേറൊരു വർക്ക് എടുക്കുന്നവരായിരിക്കും. അതായത് അവർ പഠിച്ച ജോബ് എന്തായാലും ചെയ്യുന്നവരാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, പിന്നെ ആളെ പറ്റിക്കേണ്ട കാര്യം, റീഡിങ്ങിനകത്ത് മായം ചേർക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാരണം കാർഡ്സിൽ എന്താണോ കാണുന്നത് അത് പച്ചയ്ക്ക് തന്നെ ഞാൻ പറയാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകുക എന്നാണ് കാണുന്നതെങ്കിൽ ഞാൻ പറയാറുണ്ട് ചീറ്റിംഗ് ആണ്. ഇല്ല, അവർ തിരിച്ചു വരുന്നത് ആ കാർഡിൽ എന്താണോ കാണുന്നത് അതാണ് ഞാൻ വായിച്ചു പറയുന്നത്. ഇത് ഞാൻ എല്ലാവരും ഉൾക്കൊണ്ട് പറയുന്നതല്ല. അങ്ങനെ കമന്റ്സ് ഇടാൻ തോന്നുന്നവരടുത്ത് എല്ലാത്തിൻ്റെ പിന്നിലും, എല്ലാ ജോബിൻ്റെ പിന്നിലും നന്നായിട്ട് എഫേർട്ട് ഉണ്ടാകും. അത് ആദ്യം മനസ്സിലാക്കാട്ടോ. വെറുതെ വീട്ടിലിരുന്നിട്ട് വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും. പോട്ട്. അപ്പം നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. ഞാൻ ജേർണൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ, ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി കിടക്കാൻ നേരത്താണ്. അതായത് എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് ബുക്ക് എടുക്കും. ഞാൻ എഴുതുന്നത് ഇങ്ങനത്തെ ബുക്കാണ്. ഡയറിയിൽ എഴുതുന്ന നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ അതിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എടുത്തിട്ട് ഞാൻ അന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നന്ദി പറയും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നന്ദി പറയലാണല്ലോ. യൂണിവേഴ്സിൻ്റെ അടുത്ത് ഞാൻ നന്ദി പറയും. എന്താണ് ഞാൻ നന്ദി പറയുന്നത് വെച്ചാൽ, അന്നത്തെ ദിവസം എനിക്ക് തന്നിട്ടുള്ള സന്തോഷങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം ഞാൻ ഇങ്ങനെ നന്ദി എഴുതും. ഇത് എഴുതുന്ന രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിയർ യൂണിവേഴ്സ്, ഇന്നത്തെ ദിവസം എനിക്ക് ഇന്ന സാധനം തന്നതിന്, അല്ലെങ്കിൽ എനിക്ക് എന്താണോ അന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് കാരണം എന്താണോ അത് എഴുതിയിട്ട് ഞാനിതിൽ വളരെ സന്തോഷവതിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങളെല്ലാം തന്നെ എഴുതിയിട്ട് ഞാൻ നന്ദി പറഞ്ഞെഴുതും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനത്തെ കുറിച്ചിട്ട് എഴുതും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അവിടെ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ഐഫോൺ വേണമെന്ന് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് മേടിക്കുക എന്നുള്ളത് എനിക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അതിന്റെ എമൗണ്ട് എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പം ഞാൻ എന്താക്കും, യൂണിവേഴ്സ്, എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു ഐഫോൺ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്, ഞാൻ അതിന് ഒരുപാട് നന്ദി പറയുന്നു. അത് എഴുതുമ്പോൾ ഞാനത് ഫീൽ ചെയ്ത് ഞാൻ എഴുതുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാനൊന്ന് ജസ്റ്റ് കണ്ണടച്ചിരുന്നിട്ട് അത് ഞാൻ വിഷ്വലൈസ് ചെയ്യും. എനിക്കത് കിട്ടിയതായിട്ട്. എവിടെ നിന്ന് വരുന്നോ എന്ത് വരുന്നോ ഒന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ആകെ അവിടെ ചെയ്യുന്നത് എനിക്കത് കിട്ടിയതായിട്ട്, കിട്ടാത്തൊരു സാധനം എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ അവിടെ എഴുതിയിട്ട് നന്ദി പറയാണ്. എന്നിട്ട് ഞാൻ കണ്ണടച്ചിരുന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യാണ്. അതായത് എനിക്കത് സർപ്രൈസ് ആയിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു. ഞാനൊരു ഹാപ്പിനെസ് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ തന്നെ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഇമാജിൻ ചെയ്യാണ്. ഓക്കെ, അത് എഴുതിയ പാടെ തന്നെ ഞാനത് ചെയ്യും. ദെൻ എനിക്ക് ഇങ്ങനെ വേണ്ട സാധനങ്ങൾ കിട്ടും. ഞാൻ അങ്ങനെ കുറേയൊന്നും അങ്ങനെയല്ല, എനിക്ക് വേണ്ടത് മാത്രം ഞാൻ അങ്ങനെ എഴുതിയിട്ട് അവസാനം ഞാൻ എന്ന് സ്വന്തം എൻ്റെ പേര് ഞാൻ എഴുതും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് എഴുതുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല, ആയിരിക്കാം, അറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എഴുതി ശീലിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കാര്യം, ഡയറി എഴുതുന്നതിനെ കുറിച്ചിട്ട്. ഡയറി എങ്ങനെ എഴുതാൻ പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ രാവിലെ എണീച്ചത് മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ബുക്കിനകത്ത് എഴുതി വെക്കുന്നു. ഓക്കെ, ഇന്ന് അത് തെറ്റാന്നല്ല പറയുന്നത്, ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം എനിക്കിപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസത്തിലെ സങ്കടങ്ങൾ നമ്മൾ ആ നോട്ട് പാഡിലേക്ക് എഴുതുന്ന സമയത്ത്
നമ്മൾ ബാക്കോട്ട് പോയി ചിന്തിക്കുക ചെയ്യുന്നത്. കഴിഞ്ഞു പോയതിനെ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് ചിന്തിച്ച് എഴുതി വെക്കുമ്പോൾ പിറ്റേ ദിവസം അത് തന്നെ അട്രാക്റ്റ് ആയിട്ട് വരും. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ആവുന്നുണ്ട്, അതായത് ഒരു മാനിഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഡയറി എഴുതുമ്പം ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് കുത്തിരുന്ന് എഴുതണ്ട. പകരം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയായിട്ട് എഴുതുക. സന്തോഷമുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. കാരണം നമ്മളുടെ ഓരോ സെക്കൻഡൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാ. നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും. അപ്പൊ ഡയറി എഴുതുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക, പകരം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഓക്കെ, ഇനി ജേർണൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് ജേർണൽ ഉണ്ട്, പക്ഷെ ഞാൻ എഴുതുന്ന രീതി എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. മോർണിംഗ് ആണ് പൊതുവെ നമ്മൾ ജേർണൽ എഴുതുക, പക്ഷെ ഞാൻ എഴുതുന്നത് രാത്രിയാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിന്റെ ശേഷം ഞാൻ ഒരു ബുക്കിനകത്ത് ഡേറ്റ് എഴുതിയിട്ട് പിറ്റേ ദിവസത്തെ ഡേറ്റ് കേട്ടോ, അതായത് പിറ്റേ ദിവസത്തെ ഡേറ്റ് ഞാൻ എഴുതിയിട്ട്, തലേ ദിവസം രാത്രി പിറ്റേ ദിവസത്തെ ഡേറ്റ് എഴുതിയിട്ട് മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതും. എന്നിട്ട് ആ കാര്യത്തിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇട്ട് വെക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എഴുതുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ എണീക്കുന്നത് 4 മണിക്ക് തന്നെയാണ് എന്ന് എഴുതിയിട്ട് ഞാൻ അപ്പുറത്തൊരു വരയിട്ട് വെക്കും. ഇത്ര മണിക്ക് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ അന്നത്തെ ദിവസം നടക്കുന്ന രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന ഒരു കാര്യം, ഒരു പോയിന്റ് വിടാതെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. രാവിലെ 4 മണിക്ക് ഞാൻ എണീക്കുന്നു, ഒരു വരയിട്ടു. 4 മണി ടു ഒരു 4:30 വരെ എൻ്റെ ഫ്രഷ് ടൈം, ഒരു വരയിട്ടു. 4:30 മുതൽ 6 മണി വരെ എൻ്റെ സ്റ്റഡി ടൈം, യോഗ ടൈം, ഞാൻ വരയിട്ടു. അങ്ങനെ ടൈം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് നൈറ്റ് എത്ര മണിക്കാണ് കിടക്കുന്നത്, ഒരു 11 o'clock ഒക്കെ ആവും. അപ്പൊ ആ ടൈം വരെ ഞാൻ എഴുതി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ പാടെ ചെയ്യുന്ന ഒരു കാര്യം, ഈ എഴുതി വെച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാനൊന്ന് എടുത്ത് വായിക്കും, മനസ്സറിഞ്ഞൊന്നിരുന്ന് വായിക്കും. അതിനു മുൻപേ പറയാൻ കിട്ടിയ ഒരു പോയിന്റ്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിയുമ്പം ഒന്ന് സന്തോഷത്തോടെ അതൊന്ന് ഇരുന്നിട്ട് ഒരു ഹാപ്പിനെസ്സിലൂടെ അതൊന്ന് ഇങ്ങനെ വായിക്കുക കേട്ടോ. അതുപോലെ തന്നെ രാവിലെ എണീച്ച് കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ എഴുതി വെച്ചിട്ടുള്ള തലേ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാനൊന്ന് എടുത്ത് വായിക്കും. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഞാനൊന്ന് ഇങ്ങനെ വായിക്കും. അവിടെ ഞാൻ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യമുണ്ട്. അതിങ്ങനെ വായിക്കുന്ന സമയത്ത് ആ ഒരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ നെഗറ്റീവ് ഒന്നും ഇമാജിൻ ചെയ്യുന്നില്ല. ഓക്കെ, എന്നിട്ട് ഈ ജേർണൽ എഴുതിയ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുകൾ ഞാൻ എന്താക്കും, രാവിലെ എണീറ്റെങ്കിൽ 4 മണിക്ക് എണീറ്റെങ്കിൽ ഞാൻ അത് അവിടെ ഇങ്ങനെ ടിക്കിട്ട് വെക്കും. ഞാൻ ഇങ്ങനെ വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഞാൻ ഇങ്ങനെ ടിക്കിടും. എന്നിട്ട് അത് ഞാൻ ഓരോ കാര്യം ഞാൻ ആ ടൈമിൽ വെച്ചിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ടിക്കിട്ട് പോകും ഓരോ സമയത്ത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 3 നേരം ഫുഡ് കഴിക്കുന്നത് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്. രാവിലെ സമയം തെറ്റി ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ എൻ്റെ ഇങ്ങനത്തെ ഈ ഒരു സ്വഭാവം എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നത്. നിങ്ങൾക്കത് നല്ല ശീലമാണ്. എഴുതുമ്പോൾ ഞാൻ ഒരു പോയിന്റും ഇടാറില്ല. കുളിക്കുന്നത് മുതൽ ബ്രഷ് ചെയ്യുന്ന 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എൻ്റെ പല്ലിങ്ങനെ ആയതുകൊണ്ടാ ഞാൻ എഴുതി വെക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുക. ഒരു പോയിന്റ് പോലും ഞാൻ വിടില്ല. അതിന്റെ ഇടയിൽ ഞാൻ ഫ്രീ ടൈം എനിക്ക് കിട്ടും. കാരണം നമ്മളിങ്ങനെ ടൈം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പം അതിൽ ചില സമയം നമുക്ക് വെറുതെ കിട്ടും. ആ സമയത്താണ് ഞാൻ ഫോണിനകത്ത് യൂട്യൂബ് ആണെങ്കിലും ഇപ്പം ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതുപോലെ ഗെയിം കളിക്കുന്നൊക്കെ ഞാൻ ആ ഒരു ടൈമിലാണ്. ആ സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം അതാണ്. ഓക്കെ, എൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ ഫ്രീ ടൈം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ തെറ്റിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അത് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ നമുക്കത് ഞാൻ എന്താക്കും, ഇങ്ങനെ റെഡ് മാർക്ക് കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും. 4 മണിക്ക് എണീച്ചില്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും. അങ്ങനെ തെറ്റിച്ചിട്ടുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസം നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നതിൽ നമുക്ക് എല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ ചിന്തിക്കും, എനിക്ക് എവിടെയാണ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഫോൺ സ്ക്രോൾ ചെയ്തിട്ടാണ് വേസ്റ്റ് ചെയ്തെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ ഒരു 21 days നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഐ തിങ്ക് ഞാൻ പറയുന്ന ഒരു 5 ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ റൊട്ടീനായിട്ടൊരു ടൈം ടേബിൾ ആയിട്ട് വരും. ഓക്കെ, അത്
21 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ അത് ശീലമാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ ഞാൻ മെഡിറ്റേഷൻ, പ്രെയർ എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഓരോ സമയമുണ്ട്. എൻ്റെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ, എനിക്ക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും ഓരോ ടൈമുണ്ട്. ഇതൊന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ രാവിലെയും രാത്രിയും ഈ ഒരു ടൈം ടേബിൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നതുകൊണ്ട് എനിക്ക് ഓർഡർ ഉണ്ട്, മനസ്സിലായി. അപ്പം ആ ഒരു നല്ലൊരു ഇതിൽ അങ്ങോട്ടങ്ങ് പോയിക്കോളും ലൈഫ്. നമുക്കൊരു താളം തെറ്റിയ രീതിയിൽ പോവില്ല. ഓക്കെ, എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. സമയം തികയുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിനൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കുമ്പം ഒരു കാര്യം പറയാം, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കണ്ട. ഓവർ ചിന്തിക്കാൻ തോന്നുന്ന സമയത്ത് എണീറ്റ് പോവുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക. ചിന്തിക്കാനുള്ള സമയം കൊടുക്കുന്നിടത്താണ് നമുക്ക് റിലേഷൻഷിപ്പിൽ പോലും നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതാണ്. അത് ഞാൻ എഴുതുന്ന രീതിയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ അല്ല എഴുതണ്ടേന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. എനിക്കിതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഫോളോ ചെയ്ത നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, ഞാൻ ഇവിടെ ലോ ഓഫ് അട്രാക്ഷനും അതിൻ്റെ കൂടുതൽ, അതായത് മാനിഫെസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇതിൻ്റെ ഇടയിൽ ഞാൻ അതും ചെയ്യുന്നുണ്ട്. ഇത് 3 മിക്സഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വേറെ ഒന്നും അല്ല. അത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഒരു 5 മിനിറ്റ് മതി. ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക, അത് ഭയങ്കര റീഫ്രഷിങ് ആണത്. ആ ഒരു ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.